ഒരു പഴുത്ത മാങ്ങയും തേങ്ങയും കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കിയാലോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ വൈകുന്നേരത്തെ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നോർമൽ ടെമ്പറേച്ചർ വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് കുറച്ചൊന്ന് ലൂസായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അത് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇതിന് പകരം ചിരകിയ തേങ്ങയും എടുക്കാവുന്നതാണ്. ചിരകിയ തേങ്ങ എടുക്കുകയാണെങ്കിലും ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാം ഒരേ വലുപ്പത്തിൽ നമുക്ക് ക്രഷായിട്ട് കിട്ടും. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം ഇതേ ജാറിലേക്ക് തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പൊട്ടുകടല ചേർക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ബദാം പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. വറുത്ത നിലക്കടലയുണ്ടെങ്കിൽ അത് ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് അത് ചേർക്കാവുന്നതാണ്. കൂടുതൽ ഹെൽത്തി ആവും. ഞാനിപ്പോൾ പൊട്ടുകടലയും ബദാമുമാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു ഫ്ലേവറിനായിട്ട് 2 ഏലക്കയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിന് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് തേങ്ങ നമുക്ക് ആയി കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മധുരത്തിനാവശ്യമായ ശർക്കര പൊടിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കരപ്പൊടിയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാവുന്നതാണ്. ശർക്കരയാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കരപ്പൊടി ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. ശർക്കരപ്പൊടി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പൊട്ടുകടലയുടെയും ബദാമിൻ്റെയും പൊടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫില്ലിംഗ് നല്ല തിക്കായിട്ട് വരും. ഇതിലേക്ക് 2 നുള്ള് ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നേരത്തെ തന്നെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാമായിരുന്നു, ഞാൻ വിട്ടുപോയതാണ്. ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ചൂടാറി വരുന്ന സമയത്ത് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതാ ഈ വലുപ്പത്തിൽ ഞാൻ 7 ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ, മാങ്ങയല്ലേ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഗോതമ്പ് മാവിൽ നിന്ന് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നത് പോലെ ഒരു ബോൾ മാവ് എടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. കയ്യിലും കുറച്ച് എണ്ണയാക്കിയാൽ കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റും. നമ്മൾ കുറച്ച് ലൂസായിട്ടാണല്ലോ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു പൂരിയുടെ വലുപ്പത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിൻ്റെ ഒരു ബോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് മാവ് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് സ്മൂത്താക്കി എടുത്തതിന് ശേഷം കൈകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. ഒട്ടും തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ, ഫില്ലിംഗ് ഒട്ടും തന്നെ പുറത്തൊന്നും ആവാതെ നമുക്കിതുപോലെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഒരുപാട് തിക്കായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു തിക്നെസ്സിൽ തന്നെ പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു ചൂടായ ദോശ പാനിലേക്ക് ഇട്ട് ഇത് ചുട്ടെടുക്കാവുന്നതാണ്. കുറച്ച് നെയ്യ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ തിരിച്ചു മറിച്ചിട്ട് നമുക്കിതിങ്ങനെ ചുട്ടെടുക്കാം. മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് പൊങ്ങി വരുന്നതാണ്. കണ്ടില്ലേ, നല്ല ബോൾ പോലെ ആയിട്ട് വന്നിട്ടുണ്ട്.
രണ്ട് സൈഡും കുക്കായതിന് ശേഷം നമുക്കിതെടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതേപോലെ തന്നെ ചുട്ടെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ സോഫ്റ്റായിട്ടും പിന്നെ ഫില്ലിങ്ങും ഒക്കെ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റുമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും. മാങ്ങയുടെ ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ബദാമും മറ്റുള്ള നട്ട്സും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ വളരെ വളരെ ഹെൽത്തിയാണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല പോക്കറ്റ് പോലെയുണ്ട്. നിങ്ങളിൽ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ ധാരാളം കിട്ടുന്ന സമയമല്ലേ, വെക്കേഷനും ആണല്ലോ. ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും വലിയ ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.